നാപ്കിനോട് വലിയ എത്ര താങ്ക്സ് പറഞ്ഞാലും അധികമാവില്ല. ഹായ്, ഞാൻ ദുർഗ. ഞാൻ പോസ്റ്റ് പ്രഗ്നൻസി 73 കിലോ ആയിരുന്നു. എനിക്ക് ആക്ച്വലി BMI വെച്ചിട്ട് 56 കിലോ വേണം പിന്നെ എൻ്റെ ഹൈറ്റ് അനുസരിച്ച്. അപ്പോൾ ഞാൻ വെറുതെ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ടെസ്റ്റിമോൺസ് കണ്ടിട്ട് ഞാൻ നാപ്കിറ്റിൽ ജോയിൻ ചെയ്തത്. സ്കെപ്റ്റിക്കലായിരുന്നു, മേ ബി വർക്ക് ചെയ്യില്ലെന്ന് അറിയില്ലല്ലോ. അത് കാരണം ഞാൻ 1 മന്ത് പ്ലാൻ ആയിരുന്നു എടുത്തത്. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് നല്ല വ്യത്യാസം, 3 കിലോയുടെ അടുത്ത് കുറഞ്ഞു ഫസ്റ്റ് മന്തിൽ തന്നെ. പിന്നെ ഡയറ്റീഷ്യൻസ് പറഞ്ഞു ചെയ്ത് നോക്ക്, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡ് മന്ത് എടുത്തു. പിന്നെ അങ്ങനെ എടുത്ത് ഞാനൊരു 6-7 മന്ത്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ഡയറ്റ് നോക്കി. ഇപ്പൊ എന്റെ വെയിറ്റ് ആക്ച്വലി വേണ്ടത് 56 ആണ്, പക്ഷെ 54 കിലോ ആയി. എന്നുവെച്ചാൽ നാപ്കിറ്റിലെ ഡയറ്റീഷ്യൻസും ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തു. ചില ദിവസങ്ങളിൽ ഇതുപോലെ ലോ ആയിരിക്കും, പോസ്റ്റ് പ്രഗ്നൻസി ആണല്ലോ. അപ്പം എന്താ പറയാ, അതിന്റെ പോസ്റ്റ്മോർട്ടം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും അവര് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. ചില ദിവസം ചീറ്റ് എടുത്താലും അവര് സാരില്ല, കുഴപ്പമില്ല, നെക്സ്റ്റ് ഡേ നോക്കാം, നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഭയങ്കര കൈൻഡ് ആയിട്ട് ഡയറ്റീഷ്യൻസ് ഒക്കെ നല്ല പേഷ്യൻസ് ഉണ്ട്. അത് തന്നെ വെയിറ്റും വലിയ വേണ്ട കാര്യമാണ്. നാപ്കിനോട് വലിയ എത്ര താങ്ക്സ് പറഞ്ഞാലും അധികമാവില്ല.